ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ശരിക്കും ആ ഒരു വെസൽ ടീം പ്രശ്നത്തിൽ ആദില കാണിച്ചത് വല്ലാത്ത രീതിയിലുള്ളൊരു അഹങ്കാരമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി പാത്രം കഴുകാൻ പറഞ്ഞതിന് ആദില എന്തൊക്കെയാണ് അനീഷിനെ പറയുന്നത്. ഇന്നലെ ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് തന്നെ എല്ലാവരും അടുപ്പിക്കാതെ മാറ്റി നിർത്തിയത് ഈ സ്വഭാവം കാരണമാണെന്നൊക്കെ ആദില പറയുന്നുണ്ട്. അതേപോലെ ഈ ജന്തുവിനെ എന്തിനാണ് ഉറക്കത്തിൽ നിന്ന് ഇളക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് നൂറയോട്. അനീഷിനെ വല്ലാത്ത രീതിയിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്. തനിക്ക് ആരും ഒരു വിലയും തരില്ല, താൻ ഇവിടെ വാഴ പോലെ നിൽക്കും, മരവാഴ പോലെ നിൽക്കും, വേരുറയ്ക്കും, താൻ പോടോ മരവാഴെ, എടോ പോടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇത്രയ്ക്കൊന്നും ഒരു ഈഗോ ആർക്കും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യമായിട്ട് ഇതിനെ വെറുതെ അങ്ങ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് അനാവശ്യമായ ഒരു വാശിയാണ്. അനീഷ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പോകില്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ധാർഷ്ട്യം എന്ന് വേണമെങ്കിൽ പറയാം. മര്യാദയ്ക്കാണ് ആ മനുഷ്യൻ എണീറ്റ് വാ അതില ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള മോശമായ വാക്കുകളും അനീഷ് അവിടെ ഉപയോഗിക്കുന്നില്ല. വാടി പോടി എന്നൊന്നും അനീഷ് പറയുന്നില്ല. വാ അതില ഡ്യൂട്ടി ചെയ്യൂ, എണീക്കൂ എണീക്കൂ എന്നാണ് അനീഷ് പറയുന്നത്. പ്രൊവോക്ക് ചെയ്യാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതിലെയാണ് പ്രൊവോക്ക് ആവുന്നത്, ഇറിറ്റേറ്റ് ആവുന്നത് മൊത്തം. എന്നിട്ട് പറയുന്നതോ ഇയാളാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അനീഷോട് എന്ത് ഇറിറ്റേറ്റ് ചെയ്തു? അനീഷ് ഒന്നും ഇറിറ്റേറ്റ് ചെയ്തില്ല. അനീഷിന്റെ പ്രസൻസ് ആണ് ഇറിറ്റേഷൻ എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിച്ചേ പറ്റുള്ളൂ. അതിലെ പാത്രം കഴുകാൻ സമ്മതിക്കാതിരുന്നപ്പോ അനുമോള് പറയുന്നുണ്ട് ഞാൻ കഴുകി വെക്കാമെന്ന്. എന്നിട്ട് പിന്നീട് പോയി അനുമോളും നൂറയും തന്നെയാണ് പാത്രം കഴുകി വെക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിന്നർ കഴിച്ച പാത്രങ്ങളും എല്ലാം കഴുകി വെക്കുന്നത് ഇവര് തന്നെയാണ്. എന്നിട്ട് കഴുകി വെച്ചതിന് ശേഷം നൂറ വരുന്നുണ്ടേ. പാത്രമൊന്നും ഇല്ലല്ലോ അനീഷേട്ടാ, പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഫൂളാക്കാനായിട്ട് വരുന്നുണ്ട് നൂറ. ആദിലയുടെ ഒരുമാതിരി അസമയത്തെ വാശി കാരണം അവിടെ പോയി നിന്ന് ഈ രണ്ടെണ്ണവും പാത്രം കഴുകി വെക്കുന്നത് നമ്മളിൽ പ്രേക്ഷകർ ലൈവില് കാണുന്നുണ്ട്. ഇവരെന്താണ് ഈ ഓർത്തോണ്ടിരിക്കുന്നത്? ഈ കാണുന്ന മലയാളി പ്രേക്ഷകർ എന്താ മണ്ടന്മാരാണെന്നാണ് ഇവർ ഈ ഓർത്തോണ്ടിരിക്കുന്നത്? അല്ല, ആദിലയുടെ വാശിക്ക് കൊട പിടിച്ച് കൊടുത്തതും പോരാ, പാത്രം ഇല്ലല്ലോ അനീഷേട്ടാന്ന് വന്നത് ആ മനുഷ്യനെ പൊട്ടനാക്കുവാണ്. ഇതൊന്നും തന്നെ എപ്പിസോഡിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അതായത് ലൈവിലാണ് നല്ല വൃത്തിക്ക് കാണിച്ചിരിക്കുന്നത്. ആരാണ് ഡ്യൂട്ടി ചെയ്തതെന്ന് പോലും ഇതിനകത്ത് കാണിച്ചിട്ടില്ല എപ്പിസോഡിനകത്ത്. അനീഷ് അങ്ങനെയൊന്നും അവിടുന്ന് പോകുന്നില്ല. കാരണം ആദില പ്രവോക്കായി പാറക്കണ്ടിന്നും അതൊന്നും ഇതൊന്നും ഒക്കെ വിളിക്കുന്നുണ്ട് അനീഷിനെ. ഇതൊക്കെ കൊണ്ട് തന്നെ അനീഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഒറ്റ കാലിൽ നിൽക്കുന്നുണ്ട് അവിടെ. ആദില എണീറ്റ് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അനീഷ് ഇത്രയും കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എനിക്ക് തോന്നി ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും. കാരണം ഇവര് പാത്രം കഴുകി വെക്കുകയും ചെയ്തു. അനീഷിന് അവിടെ നിന്ന് നടന്നകന്ന് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദിലയുടെ ഒരു വാശി കൊണ്ട് അനീഷും മറച്ചും അങ്ങനെ രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു വെസൽ ടീം ക്യാപ്റ്റൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയൊന്നും അല്ല അനീഷ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. വളരെ ആത്മാർത്ഥമായ രീതിയിലാണ് അനീഷ് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പുള്ളിയുടെ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്.